ചില വാക്കുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും സൗന്ദര്യമുണ്ട്, നമുക്കറിയാവുന്നതിലും അർത്ഥങ്ങളുണ്ട്. അത്തരമൊരു വാക്കാണ് തണൽ എന്നുള്ളത്. നല്ലൊരു വേനൽക്കാലത്ത് നാട്ടുവഴികളിലൂടെ നടക്കുമ്പോൾ വഴിയരികിൽ കാണുന്ന ആൽമരത്തിന് ചുവട്ടിൽ അല്പം നേരം നമ്മൾ വിശ്രമിക്കാറില്ലേ? അപ്പോൾ ആ ആൽമരം നമുക്ക് ചെയ്യുന്നത് എന്താണെന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സൂര്യൻ്റെ ഉഗ്രതാപമേറ്റ് തളർന്ന് മുന്നോട്ട് നടക്കാൻ ശേഷിയില്ലാത്ത നമുക്ക് സ്വന്തം ശരീരം കൊണ്ട് അത് ഏറ്റുവാങ്ങി നമ്മുടെ ഊർജത്തെ ആ ആൽമരം സംരക്ഷിച്ചു പിടിച്ചു. മുന്നോട്ട് നടക്കാൻ നമുക്ക് കരുത്ത് നൽകി. സംസാരിക്കാനോ ചിന്തിക്കാനോ ചലിക്കാനോ ശേഷിയില്ലാത്ത ഒരു ആൽമരത്തിനെ നമുക്ക് വേണ്ടി ഇതുപോലെ മഹത്തരമായ ഒരു കാര്യം ചെയ്യാമെങ്കിൽ സംസാരിക്കാനും ചിന്തിക്കാനും ചലിക്കാനും ശേഷിയുള്ള നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഈ ലോകത്ത് എത്ര പേർക്ക് തണലേകാൻ കഴിയും? ജീവിക്കുക എന്നത് മാത്രമല്ലല്ലോ മനുഷ്യൻ്റെ ധർമ്മം, ജീവിപ്പിക്കുക എന്നതുകൂടിയല്ലേ? നിങ്ങളുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ജീവിതഭാരം കൊണ്ട് തളർന്നിരിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ നിങ്ങളുടെ ഒരു നല്ല വാക്കുകൊണ്ട്, നല്ലൊരു പ്രവൃത്തി കൊണ്ട് മുന്നോട്ട് നടക്കാനുള്ള അവരുടെ ഊർജത്തെ നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞെന്ന് വരും. അങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും അർത്ഥപൂർണമായ ഒരു പ്രവൃത്തിയായിട്ട് അത് മാറും. അങ്ങനെ അനേകായിരങ്ങൾക്ക് പ്രകാശം പകരുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ലോകത്തിന് തന്നെ തണലായി നിങ്ങൾ മാറട്ടെ.